ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് കാരമൽ പുഡിംഗ് എങ്ങനെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. വളരെ ടേസ്റ്റി ഉള്ളതും എളുപ്പത്തിൽ കുട്ടികൾക്ക് തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയതുമായ രീതിയിലാണ് ഞാനിന്ന് കാരമൽ പുഡിംഗ് കാണിക്കുന്നത്. ഇതിൽ ഞാൻ ചൈന ഗ്രാസോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന ഈ കാരമൽ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ ഞാൻ അതിലിട്ട് 3 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഇത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വേണം അത് വെക്കാൻ. അത് കാരമലൈസ് ആകുമ്പോൾ തന്നെ ഞാൻ മിക്സിയിൽ ആ 3 ചേരുവകളൊന്ന് ചേർത്താൻ പോകുന്നതാണ്. അതിലേക്ക് ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 4 മുട്ട ഞാൻ തനിയെ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടാണ് ഒഴിക്കുന്നത്. എപ്പോഴും മുട്ട ഒഴിക്കുമ്പോൾ ഒന്നിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ പാടില്ല. ചിലപ്പോൾ മുട്ടകൾ കേടുള്ളതുണ്ടെങ്കിൽ നമുക്ക് വേറെ മുട്ടകൾക്ക് കൂടെ അത് ബാധിക്കും. നമ്മളിങ്ങനെ തനിയെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നോക്കിയിട്ട് വേണം മിക്സിയിലിട്ട് ഒഴിക്കാൻ. ഞാൻ ഇതിലോട്ട് 4 മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കാരമലൈസ് ആകാൻ വേണ്ടി വെച്ച പാത്രത്തിൽ നിന്ന് ആ പഞ്ചസാരയിൽ നിന്ന് വെള്ളം ഇങ്ങനെ അലിഞ്ഞ്, ഇതിൽ വെള്ളമോ ഒന്നും ചേർത്തേണ്ട ആവശ്യമില്ല, തന്നെ അത് അലിഞ്ഞ് നമുക്ക് ലിക്വിഡായി കിട്ടും. ഞാനിവിടെ വാനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ ചേർത്തുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ ഇത് ചേർത്തുമ്പോൾ നമുക്ക് മുട്ടൻ്റെ ഇത് പുഡിങ്ങിൽ ഉണ്ടാവില്ല. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്തുന്നത്. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തുന്നുണ്ട്. ഈ പുഡിങ് ഉണ്ടാക്കാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ആവശ്യമുള്ളത്. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നല്ല അത്യാവശ്യം മധുരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3/4 കപ്പോളം എടുക്കാവുന്നതാണ്. അപ്പോഴേക്കും കാരമലൈസ് ചെയ്യാനുള്ള ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് തണുക്കുമ്പോൾ സെറ്റായി പോകും. ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ച് നമുക്കിത് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് ആക്കിയില്ലെങ്കിൽ അത് കട്ടയായിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. ഒന്ന് ചൂടാറാൻ വെക്കാം, അത് സെറ്റാകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാൻ ആ മുട്ടയും പഞ്ചസാരയും ഉപ്പും വാനില എസൻസും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ട് വരാം. നല്ല പതച്ചെടുക്കണമെന്നൊന്നുമില്ല, ഒന്ന് തിരിപ്പിച്ചെടുത്താൽ മതി. പഞ്ചസാരയും മുട്ടയും നന്നായി മിക്സ് ആകുന്നത് വരെ തിരിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് അതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. പാല് ഞാൻ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 4 മുട്ടയ്ക്ക് 2 കപ്പാണ് പാലെടുത്തിട്ടുള്ളത്. ഇതും നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം. കാരമലൈസൊക്കെ ഇത് ഉണങ്ങി നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പാലും ഈ മിശ്രിതം, മുട്ടയും പാലും പഞ്ചസാരയും പാടുള്ള മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിനി ആവിയിൽ വെക്കുക വേണ്ടത്. നമ്മളൊരു പാത്രം വെച്ച് മൂടിയിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ അതിലോട്ട് വെള്ളം വീഴാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ എന്തെങ്കിലും കൊണ്ട് അടച്ചു വെച്ചിട്ട് വേണം വെക്കാൻ. ഞാൻ ഈ പാത്രത്തിലാണ് ആവി വെള്ളം വെക്കുന്നത്. നിങ്ങൾ ഇഡ്ഡലി പാത്രമാണെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ നമ്മൾ ആ വട്ട് തെറുക്ക് എന്തെങ്കിലും വെച്ചിട്ട് വേണം അതിൻ്റെ മേലെ വെക്കാൻ. ഇത് കൃത്യം 30 മിനിറ്റ് നമുക്ക് വേണ്ടി വരും ഇതൊന്ന് വെന്ത് കിട്ടാൻ. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം, പക്ഷെ വെള്ളം വറ്റിപ്പോകാതെ നോക്കണം. തുടക്കത്തിൽ ഒരു 15 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയാൽ മതി. നല്ലോണം ലോ ഫ്ലെയിമിലാക്കേണ്ട, ഒരു മീഡിയത്തിൽ. നമുക്ക് ഈ ആവി കൊണ്ടിട്ട് വേണം ഈ മുട്ടയും പാലൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ. പാല് പിന്നെ ഞാൻ കാച്ചിയ പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ശേഷം ചൂടാറിയതിന് ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷമാണ് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഇത് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടൊക്കെ വരും. നമ്മൾ സൂക്ഷിച്ച്, അത് ഉടഞ്ഞു പോകാതെ സൂക്ഷിച്ച് എടുക്കണം. ഇതിൽ നമ്മൾ ചൈന ഗ്രാസ് ഒന്നും ചേർത്താത്തതുകൊണ്ട് നല്ല അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് ഇത്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണിത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് ഐസ്ക്രീമും ചേർത്ത് കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ മോൻക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പുഡിങ്ങാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. സൂപ്പർ.
നെക്സ്റ്റ് വേറൊരു വെറൈറ്റി വീഡിയോയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.